ഓൾ വെൽക്കം ബാക്ക്. കുറേ ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട്. അതിൻ്റെ മെയിൻ റീസൺ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സ്ക്യൂസസ് വീണ്ടും പറയാണ്. തീരെ ടൈം കിട്ടാറില്ല കേട്ടോ. പിന്നെ ലൈഫിൽ എന്തെങ്കിലും ഹാപ്പനിങ് ആകുമ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ മടി പിടിച്ച് പോകാല്ലാതെ ഒന്നും സ്പെഷ്യലായിട്ട് നടക്കണില്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തു. ഇതെൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും ഈ വീഡിയോയിൽ കാണിച്ചു തരാനൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു നോർമൽ എല്ലാ ദിവസവും ഇതുപോലെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ രാവിലെ ഒരു 5:15 ആ സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടാണ് പിന്നെ കിടന്നിട്ട് ഇന്ന് എൻ്റെ ഡ്യൂട്ടി ടൈം 12 to 8 ആയിരുന്നു കേട്ടോ. ഇന്നല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം. ആ ദിവസം എനിക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് രാവിലെ കുറച്ചധികം നേരം ഉറങ്ങാൻ ടൈമുണ്ടാവും. പിന്നെ അതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള ടൈമുണ്ടാവും. പിന്നെ 8 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരാം. 8:30 ആകുമ്പോഴത്തേക്കും വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമാണിന്ന്. കുറേ പേരായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണു സെറാവിയാണോ സെറ്റാഫിലാണോ നല്ല മോയ്സ്ചറൈസർ എന്ന്. ഞാൻ രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഡ്രൈനെസ് എനിക്ക് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഡ്രൈനെസ് കൊണ്ടുള്ള പ്രശ്നം മാറ്റിയത് സെറാവിയാണ്. സോ എനിക്ക് എപ്പോഴും സെറാവി യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ ഈ സെറാവിയുടെ മോയ്സ്ചറൈസറും സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് അങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോഴും നമ്മളൊരു ബ്രാൻഡിൻ്റെ തന്നെ ഫേസ് വാഷ് മോയ്സ്ചറൈസറും തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ നാൾ മുമ്പ് സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ഈ ഫേഷ്യൽ എക്സസൈസ്, ഫേഷ്യൽ മസാജിങ് ഒക്കെ. സോ അത് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഫേസിലെ ഡബിൾ ചിന്നൊക്കെ വരുന്ന പോലെ ഇങ്ങനെ തോന്നി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 1 month ആവാറാവുന്നു ഞാനിത് ഫോളോ ചെയ്യുന്നു. എനിക്ക് നല്ലപോലെ ചേഞ്ച് എൻ്റെ ഫേസിൽ എനിക്ക് തോന്നി. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫേഷ്യൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനത് ശരിക്കും കുറച്ചും കൂടെ ഒന്ന് വർക്കായി കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ കുറച്ചൊന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം നേരം എൻ്റെ ഫോണിലെ സ്റ്റോറേജ് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടിരുന്നു. എൻ്റെ ഫോണിൽ എപ്പോഴും ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എപ്പോഴും എൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ എനിക്ക് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ലാപ്പിലേക്ക് കയറ്റിയേ ഇടും വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ സേഫായിട്ട് കിടന്നോളും. അതല്ലാതെ എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യാൻ നേരത്തെ എൻ്റെ സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഒരു വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ആക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നോർമൽ എഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. ഈ ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ, ഹാല കുറേ അധികം ദിവസമായിട്ട് ഹാലക്ക് ഭയങ്കര ക്രേസാണ് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സ്, പാർട്ടി വെയർ ഡ്രസ്സസ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ ഇട്ടെടുക്കുന്ന ഷോർട്ട്സും ടീഷർട്ട്സും ഒന്നും വേണ്ടെന്നാണ് മൂപ്പരാൾ പറയുന്നത്. ഭയങ്കര പാർട്ടി വെയർ, ഭയങ്കര ഗൗൺ അതൊക്കെ ഇടാനാണ് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് അവളുടെ ഒരു സെറ്റ് ഓഫ് ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിരിക്കുന്നതാണ് അവിടെ. ഈ വീഡിയോ വോയിസ് ഓവർ
കൊടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വർക്കിംഗ് മോമാണ്, പ്ലസ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഭവമില്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കും, നാട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് എൻ്റെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലൊക്കെ വീട്ടിലൊരു പണിയെടുക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എമ്മിച്ച് എന്ത് പറഞ്ഞാലും പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മടി പിടിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ. ഓഫ് കോഴ്സ് എൻ്റെ ബില്ല് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല, എപ്പോഴും എൻ്റെ കൂടെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കും. സെയിം ലൈക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മളെ പാരൻസൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഞാനൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ്. അവരെങ്ങനെ ഒറ്റയ്ക്ക് ഒരു വീട് മൊത്തം ടേക്ക് കെയർ ചെയ്യുമ്പോൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ വീട് മൊത്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഗിൽറ്റി ഫീലിംഗ് എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി തുടങ്ങിട്ടോ. എനിക്ക് 2:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങണം. വലിയ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്തില്ല. ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി, എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ പോകുമ്പോഴല്ല ചെന്നിട്ട് ബ്രേക്ക് ടൈമിൽ കഴിക്കാനായിട്ട്. എനിക്കൊരിക്കലും സമയം തികയാറില്ല. എനിക്ക് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഡ്യൂട്ടി ഉള്ള ദിവസം ചെയ്യാനായിട്ട്. ഇനി രാവിലെ ഡ്യൂട്ടി ആണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഭയങ്കര ടയേർഡുമായിരിക്കും. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങും. സോ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക, കുളിക്കുക, പോവുക. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എനിക്കും പിന്നെ ആലാക്ക് കൊടുത്തു വിടാനും ബോക്സിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചു. ഇനി നേരെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് ഡ്യൂട്ടിക്ക് പോട്ടെ. പഠിക്കേ ഹാല എന്നിട്ടിരിക്കുന്ന ഡ്രസ്സും അവൾ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാനിപ്പോൾ ഭയങ്കര ക്രേസാണ്. യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. അവളുടെ ഒരു ചിന്നിൽ ഞാനൊരു 3 ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു സ്റ്റോറി ഉണ്ട്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നെ ചെറുപ്പത്തിൽ അങ്കവാടിയിൽ വിടുന്ന സമയത്ത് എവറി ടൈം ഉമ്മിച്ച് എനിക്കത് പൊട്ടിട്ട് ഇങ്ങനെ തരുമായിരുന്നു. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ നമ്മളെ എന്താണ് കൊഞ്ചിക്കുന്നത്. സോ ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാനിങ്ങനെ ഇന്നിട്ട് കൊടുത്തതാണ് കേട്ടോ അത്. സോ ഇനി ഞങ്ങൾ നേരെ ആലാനെ ഡേ കെയറിലാക്കിയിട്ട് നേരെ എൻ്റെ ഡ്യൂട്ടിക്ക് പോവാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു മടി വ്ളോഗാണെന്ന് എനിക്കറിയാം, ബട്ട് എന്തായാലും കുറച്ചും കൂടി ഉഷാറുള്ള വ്ളോഗ്സൊക്കെ നമുക്ക് ഇനി അടുത്ത് വേഗം തന്നെ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ടു കമൻറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.